അമ്മ അമ്മ എന്താ ഇരിക്കമ്മ. കൃഷ്ണ, ശ്രീകുട്ടിക്ക് നേരെയാവണേ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വേണ്ടില്ലായിരുന്നു. എന്റെ കുഞ്ഞു പാവം, അവള് ബോധമില്ലാതെ. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. അമ്മ സങ്കടപ്പെടല്ലേ, ഒന്നും വരില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയല്ലോ, ഇനി പേടിക്കാനൊന്നുമില്ല. ഐശ്വര്യടുത്താണല്ലോ, ഇനി അച്ഛൻ പറഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും. അങ്ങനെ വരില്ല. അവിടെ അച്ഛനും മറ്റാരും വിവരം അറിഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ വിളിക്കുന്നത്? ഹലോ, ശ്യാമേ, എവിടെയാ? ഞാൻ പുറത്താ. ഹോസ്പിറ്റലിലല്ലേ? അല്ല, നീ ചെക്കപ്പിന് പോയതാണോ? ഞാൻ ഹോസ്പിറ്റലിലാണ്. നിങ്ങളെങ്ങനെ അറിഞ്ഞേ? അത് ശ്യാമേ, ഊഹിച്ചതാ. എന്താ ഐശ്വര്യടുത്തേക്ക് ജ്യോതിഷം അറിയോ? ഗണിച്ച് ഊഹിച്ചൊക്കെ പറയാൻ. അല്ല, ശ്യാമ വിളിച്ചപ്പോഴേ ഫോണിലൂടെ ഒരു ആംബുലൻസിന്റെ ശബ്ദം കേട്ടു. അതിനിവിടെ ആംബുലൻസ് ഒന്നും പോയില്ലല്ലോ. ആണോ എന്ന് എനിക്ക് തോന്നിയതായിരിക്കും. അല്ല ശ്യാമേ, വെറുതെ ഹോസ്പിറ്റലിൽ പോകുന്ന എന്തിനാ? അതോ ആർക്കെങ്കിലും വല്ല അപകടവും സംഭവിച്ചോ? ആർക്ക് എന്ത് സംഭവിച്ചു നേട്ടത്തി പറയുന്നേ? അല്ല, ആർക്കാ പറ്റാത്തെ? വാഹനം ഓടിച്ചാ എപ്പോഴും അപകടം പറ്റാം. ബ്രേക്ക് ഒന്ന് പോയാ തീർന്നില്ലേ കാര്യം. ഇപ്പൊ എന്താ ഇതൊക്കെ ചോദിക്കാൻ കാരണം? അല്ല, എന്തെങ്കിലുമൊക്കെ ചോദിക്കണല്ലോ എന്ന് കരുതി ചോദിച്ചതാ. ശരി, ഞാൻ കുറച്ച് തിരക്കില്ല, വിളിക്കാം. വസന്തരാമയും കൊച്ചുമോളും തീർന്നോന്നറിയാനുള്ള ആകാംക്ഷയിൽ വിളിച്ചു പോയതാ. ഇത് പ്രശ്നമാവോ? എന്തായാലും വസന്തരാമയും ശ്രീകുട്ടിയും ഹോസ്പിറ്റലിലാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത ആക്സിഡന്റും നടന്നു. ഈശ്വര, ഇനി രണ്ടും രക്ഷപ്പെട്ടു കളയോ? അതാ എന്റെ പേടി. അപ്പൊ കാറിന്റെ ബ്രേക്ക് പോയത് യാദൃശ്ചികമല്ല, അത് മനഃപൂർവ്വം ചെയ്തതാ. അങ്ങനെ വരാനേ വഴിയുള്ളൂ. ആക്സിഡന്റ് നടന്നപ്പോ ഞാൻ മോളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടി എവിടെ ഇടിച്ചിട്ടൊന്നുമില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ മോൾക്ക് എങ്ങനെയാ ബോധം പോയത്? അതെനിക്ക് മനസ്സിലാവാത്തത്. അതെനിക്ക് മനസ്സിലാവാത്തത്. ദൈവമേ, ചിലപ്പോ ശ്രീകുട്ടി പേടിച്ചിട്ടുണ്ടാവും, അതായിരിക്കും. അല്ലാതെ വേറൊരു പ്രശ്നവും കാണില്ല. ഒക്കെ കണ്ണും കാത്തോളൂ. പേടിക്കാനൊന്നുമില്ല, മോള് കണ്ണു തുറന്നു. ഡോക്ടർ, മോളെ ഞങ്ങൾ കാണുമ്പോ ബോധം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? കൊച്ചുകുട്ടിയല്ലേ, ഭയന്നു പോയി. ആ ഷോക്കിൽ ബോധം പോയതാ. ഇപ്പൊ നോർമലായിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ഞങ്ങളൊന്ന് മോളെ കണ്ടോട്ടെ? ഷുവർ, ചെന്നോളൂ. താങ്ക് യു ഡോക്ടർ. മോളെ, ശ്രീകുട്ടി പേടിച്ചു പോയോ? മോളേക്ക് മാറിക്കേ. മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല മോളെ, മോള് ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പേടിക്കണ്ട കേട്ടോ. ഡ്രൈവർ അങ്കിളിനോ? ഇല്ല മോളെ, അങ്കിളിനൊന്നും ഇല്ല കേട്ടോ. ആ ട്രിപ്പ് ഒന്ന് കഴിഞ്ഞാൽ മോളെ വീട്ടിൽ കൊണ്ടുപോവാം. വേറെ മെഡിസിൻ ഒന്നും വേണ്ട. നിങ്ങൾക്കൊരു ചെക്കപ്പ് ഉണ്ട്, മറ്റൊന്നുമല്ല. ആക്സിഡന്റ് നടന്നല്ലേ, ഒരു നോർമൽ ചെക്കപ്പ്. പേടിക്കാനൊന്നുമില്ല. ഞാൻ വന്നേക്കാം ഡോക്ടർ. ശരി. അമ്മ, ആദ്യേട്ടൻ ഇവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ചെറിയൊരു അത്യാവശ്യമുണ്ട്. എന്താ മോളെ?
അത് പറയാം മാം. എനിക്കൊരു സംശയം. അമ്മയുടെ ചെക്കപ്പ് കഴിഞ്ഞ് ശ്രീകുട്ടിയും കുട്ടി നിങ്ങൾ വാ, ഞാൻ വീട്ടിലുണ്ടാവും. ശ്യാമിക്ക് എന്താ അത്യാവശ്യം? ഞാൻ പറയട്ടാ. എന്താ അമ്മേ? എന്ത് പറ്റി? ഏ? അല്ല, ആംബുലൻസിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി വസുന്ധരാമ രക്ഷപ്പെട്ടോ? ഒന്നും അറിയാനും വയ്യ. ഹലോ 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 ശ്യാമ. ഹലോ ഹലോ. ആ ശ്യാമേ, എന്റെ മോൾക്കും അമ്മയ്ക്കും സത്യമാണോ നീ പറയുന്നേ? മോൾക്കൊന്നും പറ്റിയില്ലല്ലോ? നീ യാത്രയിലാണോ? ഹലോ 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 ശ്യാമ. കട്ടല്ലേ ഈശ്വര. ഇവിടെ ഇപ്പൊ അച്ഛനും അമ്മയും ആരുമില്ല. ഇവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. എന്റെ ഈശ്വര, എത്രയും പെട്ടെന്ന് ശ്യാമ ഇങ്ങെത്തണേ. ഹോസ്പിറ്റലില് മോള് വസുന്ധരാമ്മ. എന്റെ ഭഗവാനെ ഒന്നും വരുത്തല്ലേ. നീ പേടിക്കണ്ട, എല്ലാ വിവരവും ഞാൻ പറഞ്ഞുതരാം. നോക്കണ്ട, ഇപ്പൊ ഈ വീട്ടില് മറ്റാരുമില്ല. നിന്നെ ഇങ്ങനെ ഒതുക്കത്തിൽ എന്റെ മുന്നിൽ കിട്ടാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാത്തിരിക്ക. നീ എന്താ കരുതിയത്? ഒരു മോളുണ്ടെന്ന് കരുതി ആ സിമ്പതിയില് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാന്നോ? ഇതേ എന്റെ വീടാ, എന്റെ ഹസ്ബൻഡ് അരുൺ. 4 ആളറിയെ എന്നെ താലി കെട്ടിക്കൊണ്ടുവന്ന വീട്. അത് നിന്നെപ്പോലൊരുത്തിക്ക് എങ്ങനെ മനസ്സിലാവാനാ? നിറദീപവുമായി ഞാൻ വലത് കാല് വെച്ച് കയറിയ വീടായത്. ആ വീട്ടിലാ നീ ഇപ്പോ കയറിയ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നെ. ഇത്രയും നാള് ഞാനത് ആ വേദന എങ്ങനെ സഹിച്ചെന്നറിയോ നിനക്ക്? ഇല്ല അല്ലേ? സ്വന്തം ഭർത്താവിന് വീട്ടില് മറ്റൊരു പെണ്ണ്, അതും യഥാർത്ഥ ഭാര്യയായ എന്റെ മുന്നില്, അതും ഈ വീട്ടില്. എന്റെ സ്ഥാനത്ത് ഒരു നിമിഷം നീയാ ഉള്ളെന്നൊന്ന് സങ്കല്പിച്ച് നോക്ക്. അപ്പോ നിനക്ക് സഹിക്കോ? ഈ ചതി നീ സഹിക്കോ? എന്താടി നീ മറുപടി പറയാത്തെ? നിനക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ല അല്ലേ? സഹിക്കില്ല, നീ എന്നല്ല ഒരു പെണ്ണും സഹിക്കില്ല. ആർക്കും ഈ ടോർച്ചർ സഹിക്കാനാവില്ല. അപ്പോ ഞാൻ ഈ യഥാർത്ഥ ഭാര്യ എന്താ ചെയ്യണ്ടേ? പറ, നീ തന്നെ പറ. നീ പറയില്ല. എന്നാ എനിക്ക് നിന്നെ, എന്റെ ജീവിതം നശിപ്പിക്കാൻ വന്നവളെ എന്താ ചെയ്യണ്ടേന്ന് നന്നായിട്ടറിയാം. നിന്നെ ഞാൻ നിനക്ക് ഇവിടെ കയറി താമസിക്കണോ അല്ലടി? നിന്നെ ഞാൻ കൊല്ലുവടി, നിന്നെ ഞാൻ കൊല്ലും. ഇവിടെ നിന്നെ സഹായിക്കാൻ ആരും വരില്ല. ഇന്ന് ഇവിടെ വെച്ച് എന്റെ ശത്രുവിനെ ഞാൻ തീർക്കാൻ പോവാ. കൊല്ലും ഞാൻ നിന്നെ, ഇന്ന് കൊല്ലുവടി. കൊല്ലുവടി നിന്നെ ഞാൻ. എന്താ ഇവിടെ? അത് ഓണമൊക്കെ വരുമല്ലേ, ഈ ഷോപ്പീസൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി. അല്ല, അശ്വതിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഞാനിതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. എന്നിട്ടാണോ ഇങ്ങനെ? എങ്ങനെ? ശ്യാമേ, നീ വന്നില്ലായിരുന്നെങ്കിൽ ഐശ്വര്യ പെണ്ണ്. അല്ല ശ്യാമേ, ഇവിടെ അമ്മ എല്ലാരും എവിടെ പോയതാ? ഹോസ്പിറ്റലിലാ? അവിടെ എന്താ വിശേഷം? പറ ശ്യാമേ, എന്താ വിശേഷം?
വിശേഷങ്ങൾ എന്താണെന്ന് താമസിയാതെ നമുക്ക് അറിയാം. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അശ്വതീഷ് വാ, ഒരു കാര്യം പറയാനുണ്ട്. എന്നോടും കൂടെ പറ ശ്യാമേ, എന്താ കാര്യം? ഞാനും കൂടെ കേക്കട്ടെ. വാ. നിക്ക് ശ്യാമേ, എന്താ കാര്യം പറ, ഞാനും കൂടെ കേക്കട്ടെ. ശ്യാമേ, എന്റെ മോൾക്ക് എന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി, വാ ഞാൻ പറയാം. വസുന്ധരാമയ്ക്കും ശ്രീകുട്ടിക്കും എന്താ പറ്റിയേ? ഒന്നും ശരിക്കും അറിയാൻ കഴിയുന്നില്ലല്ലോ ഈശ്വര. കാറിന്റെ ബ്രേക്ക് അഴിച്ച കാര്യത്തില് ശ്യാമയ്ക്ക് വല്ല സംശയം കാണുമോ? അങ്ങനെ വരാൻ വഴിയില്ല. എന്നാലും എന്താ ഇത്ര രഹസ്യമായിട്ടുള്ള കാര്യം? അതറിയണമല്ലോ. ചേച്ചി, ആ ഡോറൊന്ന് അടിച്ചേ. എന്താ ശ്യാമേ, എന്താ ഇവിടെ, എന്താ കാര്യം? ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ചെക്ക് ചെയ്യട്ടെ. നമ്മുടെ മോളുടെ തലയിൽ ചെടിച്ചട്ടിയിട്ട് ഐശ്വര്യത്തെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? അന്ന് ആരും അറിയാതെ ഞാൻ CCTV വെപ്പിച്ചതാ. ഈ വീട്ടിൽ ഐശ്വര്യത്തെ കാരണം എന്തെങ്കിലും ഒരു അപകടം നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതാ ഞാൻ ഇങ്ങനെ ചെയ്ത്. അല്ല ശ്യാമേ, അപ്പൊ എന്റെ മോളെ ഐശ്വര്യ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ അമ്മയുടെ നേർക്കൊരു നീക്കം നടത്തുമെന്ന് ഞാൻ കരുതിയില്ല. ചേച്ചി ടെൻഷൻ ആവണ്ട. വലിയൊരു അപകടത്തിൽ നിന്ന് അമ്മയും ശ്രീകുട്ടി രക്ഷപ്പെട്ടത് എന്റെ കണ്ണിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാ. അമ്മയ്ക്ക് ശ്രീകുട്ടിക്ക് ഒരു പ്രശ്നമില്ല. അവരിപ്പൊ തന്നെ ഇങ്ങെത്തും. ഇപ്പൊ ഐശ്വര്യത്തിനെതിരെയുള്ള തെളിവുകളൊക്കെ ഓക്കെയാ. ഇനി ഒരു നിമിഷം പോലും അവരിവിടെ വച്ചേക്കരുത്. അത് കൂടുതൽ ആപത്താവും. അച്ഛനെ അമ്മ എല്ലാവരും ഇത് അറിയിക്കണം. ഇതെല്ലാം അവരിപ്പൊ തന്നെ കാണണം. ഇപ്പൊ തന്നെ ഐശ്വര്യത്തെ അറിഞ്ഞ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടണം. എഴുതി വാ, എല്ലാവരെയും വിളിച്ച് CCTV ദൃശ്യം കാണിക്കാം. വാ. അല്ല, എങ്ങനെ ശ്യാമേ, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? എനിക്ക് അത്ഭുതം തോന്നാ. വേണ്ടി വന്നു പോയില്ലേ ചേച്ചി? നമ്മൾ സ്നേഹിക്കുന്നവരല്ലേ? അവർക്കൊരു ദോഷം വന്നിട്ട് പിന്നെന്തിനാ ഞാൻ മാത്രം ജീവിച്ചിരിക്കുന്നേ? ചേച്ചി, ഒരു മിനിറ്റ്, ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? സർ, ഞാൻ ശ്യാമയോ? അതെ, ആനന്ദ നിലയത്തിലെ. അതെ, ഗായിക ശ്യാമ തന്നെയാ. സർ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ശ്യാമയ്ക്ക് നല്ല സംശയമുണ്ട്, അതുറപ്പാ. പക്ഷേ എന്ത് ചെയ്യാനാ, ഒന്നിനും തെളിവില്ലല്ലോ. താങ്ക് യു സർ. ചേച്ചി വാ, വാ. ഞാൻ റൂം മാറിപ്പോയി ശ്യാമേ. എന്റെ റൂമാണെന്ന് കരുതി. എന്താ ശ്യാമേ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നേ? ചേച്ചി വന്നേ. ഇതെന്താ ശ്യാമ ഇങ്ങനെ? ഒരിക്കലും കാണാത്തൊരു ഭാവം.
ഹാ എന്നെ സംശയം കാണും. അത് സ്വാഭാവികം, സാരില്ല. അഭിനയിച്ച് അതെല്ലാം കവർ ചെയ്യാം. ഈ ഐശ്വര്യയുടെ കയ്യിൽ എന്തിനാ പരിഹാരമില്ലാത്തെ? നമുക്ക് നോക്കാം. വാമേ പതുക്കെ. ശ്രീകുട്ടി വാ. മോളെ മോള് വാ. സൂക്ഷിച്ച്. നടക്കാൻ പറ്റുമോ അമ്മേ? കുഴപ്പമൊന്നുമില്ല. അമ്മേ 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 മോളെ മോളു, മോൾക്കൊന്നും പറ്റിയില്ലല്ലോ? അമ്മ നോക്കിയേ, എനിക്കൊന്നുമില്ല. അമ്മയാകെ പേടിച്ചു പോയടാ. അമ്മേ പ്രശ്നമൊന്നുമില്ലല്ലോ? അമ്മ ചെറുതായിട്ടൊന്ന് ഭയന്നു. മോള് കൂടെ ഉണ്ടായിരുന്നല്ലേ, ഇപ്പൊ ടെൻഷനൊക്കെ പോയി. അമ്മേ നിങ്ങൾ വാ. ഇവിടെ കൂടുതൽ ഇങ്ങനെ നിന്നാൻ പറ്റില്ല. അകത്ത് കയറിയിട്ട് ബാക്കി സംസാരിക്കാം. വാ. അല്ല, പോലീസ് എന്താ മോളെ ഇവിടെ? എന്താ ശമ്മേ, എന്താ കാര്യം? കുറച്ചുകൂടി ക്ഷമിക്കാദ്യേട്ടാ. എന്താ ഏതാന്നൊക്കെ ഇപ്പൊ അറിയാം. അയ്യോ, എന്നെ രക്ഷിച്ച് ഈ വീട്ടിൽ തിരിച്ചു കയറ്റിയ മാഡം. ആ എന്റെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതായിരിക്കും. പോലീസുകാർക്ക് കുടുംബകാര്യത്തിൽ എന്തുമാത്രം ഉത്തരവാദിത്തമല്ലേ? ഭാഗ്യം, ഇവിടെ ഇപ്പോ അമ്മയെ എല്ലാരും എന്നെ പീഡിപ്പിച്ചുവെന്ന് SIയോട് പറയാം. എന്റെ പൊന്നു മാഡം, മാഡം ആണ് എന്നോട് ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞത്. അതെ. മാഡം, ഇവിടെ ആർക്കും എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. എന്റെ ഹസ്ബൻഡ് അരുൺ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിനൊരു പരിഹാരം മാഡം ഉണ്ടാക്കി തരണം. അത് മാത്രമല്ല മാഡം, നോക്കിയേ, ഇവളെ ഈ അശ്വതിയെ സ്വന്തം ഭാര്യയെ പോലെ ഇവിടെ താമസിപ്പിച്ചിരിക്കുക എന്റെ ഹസ്ബൻഡ്. എന്റെ ഹസ്ബൻഡ് അരുണിന്റെ രണ്ടാം ഭാര്യ ഇവള്. ഇവളുടെ മോളാ ഇത്. ഈ വീട്ടില് മറ്റൊരു ഭാര്യ ഞാൻ എങ്ങനെ സഹിക്കും മാഡം? അമ്മയും മോളെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം മാഡം. പേടിക്കണ്ടോ. ഇവിടെ അമ്മ അച്ഛനും എല്ലാരും ഇവൾക്ക് സപ്പോർട്ടാ. പാവം, ഞാൻ ഒറ്റപ്പെട്ടു പോയി. എനിക്കൊരാശ്രയം മാഡം മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഈ അമ്മയും മോളെയും ഇവിടെ ഇറക്കി വിടണം മാഡം. ഞാൻ ഇത്രയും സങ്കടം പറഞ്ഞിട്ടും മാഡം തോന്നും മിണ്ടാത്തെ? ഞാനൊരു പാവമാ മാഡം. പോലീസെങ്കിലും എന്നോടൊപ്പം നിൽക്കണം. നിക്ക, അതിനാ ഞങ്ങളിപ്പോ വന്നത്. അതെയോ? എന്നാ ഈ അശ്വതിയെ അറസ്റ്റ് ചെയ്യണം, വേഗം വേണം. ആരെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതെന്താ മാഡം ഒരു ദുസ്സൂചന പോലെ? ഈ വീഡിയോ എല്ലാരും ഒന്ന് നോക്കി.